ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും ആനന്ദ നൃത്തമാടുന്ന കേരളത്തിലെ പുരാതനമായ ക്ഷേത്രമാണ് തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ആനയുടെയും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ഘോഷാകമ്പടികളില്ലാതെയും ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാർച്ച് 6-ന് കൊടിയേറ്റം നടക്കും. മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തളിപ്പറമ്പിനെ ഉത്സവാന്തരീക്ഷത്തിൽ ആറാടിക്കുന്ന രാമകൃഷ്ണലീലകൾക്ക് വേദിയാകാൻ തൃച്ചംബരം ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ പൂർവാധികം ഭംഗിയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഉത്സവാഘോഷ കമ്മിറ്റി. മാർച്ച് 6-ന് 1 മണിക്ക് കൊടിയേറ്റത്തോടുകൂടി തൃച്ചംബരം ഉത്സവം ആരംഭിക്കുകയാണ്. അന്നേ ദിവസം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രച്ചിറയുടെ സമീപത്തായി വിദ്യാലയത്തിൽ ഏകദേശം 10,000-ഓളം പേർക്കായി മഹാ അന്നദാനം നടക്കും. 14 ദിവസമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുള്ളത്. 20-ന് കൂടിപ്പിരിയലും. മാർച്ച് 6 മുതൽ മാർച്ച് 20 വരെ വിവിധ ആഘോഷ പരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. മാർച്ച് 6-ന് കലാസാംസ്കാരിക പരിപാടികൾ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 11-ന് പൂക്കോത്ത് നടയിൽ MV ഗോവിന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. അമ്പലത്തിലും പൂക്കോത്ത് നടയിലും നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളിൽ പ്രസിദ്ധ സിനിമാ നടീനടന്മാരും പിന്നണി ഗായകരും TV ഷോ ടോപ്പ് സിംഗർ ഗായകരും നാടൻപാട്ട് കലാകാരന്മാരും വാദ്യവിദ്വാൻമാരും അണിനിരന്നുകൊണ്ട് ഗാനമേളകൾ, മെഗാഷോകൾ, ഫ്യൂഷനുകൾ, നൃത്തനൃത്യങ്ങൾ, നാടകങ്ങൾ, ക്ഷേത്രകലകൾ, വാദ്യമേളങ്ങൾ എന്നിവയും അരങ്ങേറും. ഇത്തവണ പതിവിലും വ്യത്യസ്തമായി വിവിധ ഔദ്യോഗിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ അടക്കമുള്ള നിരവധി ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ശുചിത്വ സേവനവുമായി ബന്ധപ്പെട്ട കർമ്മസേനകളും മറ്റു ക്രമീകരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട തളിപ്പറമ്പിലെ മുഴുവൻ ജനങ്ങളെയും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രചരണ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വ്യാപാര വ്യവസായ സമൂഹത്തെയാകെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദീപാലങ്കാര മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 22-ാം തീയതി മുതൽ, അതായത് മാർച്ച് 6-ാം തീയതി മുതലാണ് പൂക്കോത്ത് നടയിൽ ഉത്സവമുള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പൂക്കോത്ത് നടയിലും ഒട്ടേറെ കലാപരിപാടികൾ, പ്രമുഖ കലാസമിതികൾ, ഗായക സംഘം, ഇങ്ങനെ ഒട്ടേറെ സംഘടനകളുടെ വ്യക്തികളുടെ ആഭിമുഖ്യത്തിലൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. പെയ്ഡ് പ്രോഗ്രാമും സമർപ്പണമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. പി ഗംഗാധരൻ, PV പ്രകാശൻ, ചാലിൽ രമേശൻ, വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.